സോ നമ്മളങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഡ്രീംസ് ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ കറങ്ങി നടക്കണേ. ഇന്നലെ വൈകുന്നേരം എത്തിയതാണ് മുംബൈയിൽ. നമ്മൾ ലോക്മാന്യ തിലക് ഇല്ലേ, അവിടെ എത്തിയായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഛത്ര ശിവാജി മഹാരാജ് ടെർമിനലിലാണ് കേട്ടോ. ഇത് വരുന്നത് ലോക്മാന്യ തിലകിൽ നിന്ന് 17 കിലോമീറ്റർ എന്നുള്ളൂ. ഇത്രയും വരാനായിട്ട് നമുക്ക് 10 രൂപയാണ് ചിലവായത്. ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ഇവിടെ ലോക്കൽ ട്രെയിനിൽ ആശ്രയിക്കണ ഏറ്റവും നല്ലത്. പക്ഷെ ഭയങ്കര തിരക്കാണ്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇത്രയും ലഗേജൊക്കെ ആയിട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ വെളുപ്പിന് 4:27 ട്രെയിനിൽ വന്നതാണ്. അപ്പോഴും അത്യാവശ്യം ഒരു സ്റ്റോപ്പ് വരെ തിരക്കുണ്ടായിരുന്നുള്ളൂ, പിന്നീട് കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ട് പോകണതാണ്. ബസ്സിന് പോയിട്ട് പിന്നീട് നടക്കാനുണ്ട് 3.5 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ബസ്സിൽ പോകാനല്ല, നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൂഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ പോകാം. ഓക്കെ. ഹലോ, നമ്മളങ്ങനെ കുറച്ച് കഷ്ടപ്പാടിന് ശേഷം ഗേറ്റ് വേ ഓഫ് ഇന്ത്യേൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ 7 മണിയൊക്കെ ആകുമ്പോൾ ഗേറ്റ് ഉറപ്പായിരിക്കും. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ വെച്ച് ഇവിടെ പ്രാവനെയൊക്കെ പറത്തുന്നുണ്ട്. പ്രാവനൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് അതിനെ കാണാനൊക്കെ ഉണ്ടെന്നോ കുറച്ച് മലയാളി ഫ്രണ്ട്സിനെ കണ്ടിട്ടോ പരിചയപ്പെടാം. ബ്രോ, പേരൊന്നും പറയൂ. നാട്ടിലെവിടെ? എടപ്പള്ളി. പേര് പറയൂ. ആലപ്പുഴ. പേര് അല്ലേ? ഇടുക്കി. സന്തോഷം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്തൊന്നും ചേട്ടനെ കണ്ട, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ടി വന്നേന്. കാണാം. ഓക്കെ. അപ്പോൾ അവരങ്ങനെ പോയി. വീണ്ടും നമ്മളൊറ്റയ്ക്ക് നമുക്കങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോകണോണ്ടേ ഫോട്ടോ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ ഇവിടെ പ്രാവ് കുറേ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ അത് കാണാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവരും മലയാളം പറയണ കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയെന്ന് ചോദിച്ചു, നാട്ടിലെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പുറത്ത് ചെല്ലുമ്പോൾ മലയാളീസിനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇതാണല്ലോ. വളരെ സന്തോഷം. ഭയങ്കര അടിപൊളി കാഴ്ചകളുണ്ട്. ഈ പ്രാവിനൊക്കെ പറക്കുന്നത് ഏതാ മോനെ ഫീല്. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തുറന്നിട്ടുണ്ട് കേട്ടോ. നോക്കണേല് അകത്ത് പോയി കാണാം. സോ നമ്മളങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഡ്രീംസ് ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഇപ്പം നമ്മളങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലെത്തിയട്ടാ. ഇവിടെ ധാരാളം ആളുകളുണ്ട്. ഭയങ്കര പീസ്ഫുള്ളാണ്. ഓവർ ക്രൗഡഡ് അങ്ങനെയല്ല. രാവിലെ തന്നെ എത്തിയോണ്ട് നിങ്ങൾ 7 മണിക്ക് ഇവിടെ എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രൗഡുകളില്ലാതെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. ബോട്ടിൻ്റെ വ്യൂ കാണാം കേട്ടോ. ഓ, ഇവിടെ നിന്ന് ബോട്ടിംഗ് ആണ് കേട്ടോ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബോട്ടിംഗ് ആണ്. ഇവിടെ നിന്നാണെങ്കിൽ താജ് ഹോട്ടലാണ്. അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് കിട്ടും അതിൻ്റെ. ഇവിടെ ബോട്ടിംഗ് ആണ്. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ പ്ലാൻ വരച്ചത് ജോർജ് വിറ്റീറ്റ് എന്ന് പറഞ്ഞൊരു ആളാണ് കേട്ടോ. ഇത് 1924 ഇത് വരച്ചത്. ഇത് നിർമ്മിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് 5 എന്ന് പറഞ്ഞ രാജാവുണ്ട്. സോ പുള്ളി ഇന്ത്യ വിസിറ്റ് ചെയ്ത ടൈമാണ്. അതിൻ്റെ ഒരു മെമ്മറിക്കായിട്ടാണ് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെ നിർമ്മിച്ചത്. വളരെ കുറച്ചറിവ് എനിക്കറിയുള്ളൂ. അപ്പം അതിൽ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് പറഞ്ഞിട്ട് അതിൽ ഞാനത് റെഫറൊന്നും ചെയ്തിട്ട് വന്നതല്ല. ജസ്റ്റ് വന്നു, കാണുന്നു, പോകുന്നു. ആ ഒരു മൂടാ എൻ്റെ യാത്രകൾ മിക്കപ്പോഴും. ആ ഒരു മൂടാ ഇൻഫോർമേറ്റീവ് ആക്കാൻ ശ്രമിക്കും, പക്ഷെ ഒന്നും നടപടിയാവാറില്ല. അതാണ് സത്യം. ബട്ട് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ കാര്യമൊക്കെ. യൂട്യൂബിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാതിരിക്കുക, അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം സക്സസ് ആയാൽ നല്ലത്, ഇല്ലെങ്കിൽ എൻ്റെ മെമ്മറീസ് ആയിട്ട് അവിടെ കിടക്കും. ഞാനെന്നൊരാൾ ജീവിച്ച എങ്ങനെയെന്ന് എൻ്റെ ചാനലെടുത്ത് നോക്കി അറിയാൻ സാധിക്കും. അത്രേ ഉള്ളൂ.
സിമ്പിൾ. ഇല്ലെങ്കിലും ഹാപ്പി, അതിന് ഹാപ്പി. അതല്ല നമ്മൾ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് പിന്നീട് അത് കിട്ടാതാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പ്രതീക്ഷകളില്ലെങ്കിൽ ഒരു മോഡറേറ്റ് പ്രതീക്ഷകൾ മതി നമ്മളെ ലൈഫിൽ എല്ലാ കാര്യത്തിലും അത്രയും മതി. ഇല്ലെങ്കിൽ നമ്മളായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താജ് ഹോട്ടലിൻ്റെ വ്യൂ ആണ് കേട്ടോ. നിലവിൽ ഇതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻ്റെനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി കഴിയുമ്പോൾ വേറെ മൂടായിരിക്കുകയാണ്. ഇത് നമ്മളൊന്ന് റൗണ്ട് അടിച്ച് വന്നിട്ടോ ഇതിൻ്റെ ചുറ്റിനും. അപ്പോൾ നമ്മളങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പോകണം കേട്ടോ. ഇതായിരുന്നു ഇവിടുത്തെ ഉണ്ട്. നമ്മൾ കുറച്ച് മലയാളീസിനൊക്കെ പരിചയപ്പെട്ട് ഹാപ്പി ആയിട്ട് പോകണമെന്ന്. പിന്നെ അടുത്ത സ്ഥലം കാണാൻ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.